ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയപ്പോഴേക്കും നമുക്ക് കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്നതൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നൊരു സമയമാണ്. പച്ചക്കറി കൃഷി ചെയ്തുണ്ടാക്കാമെന്ന് വെച്ചാലും അതിൻ്റെ വിളവൊക്കെ കിട്ടാനായിട്ട് 40-45 ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും 7 ദിവസം കൊണ്ട് എങ്ങനെ ഒരു പച്ചക്കറി കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഗ്രീൻസ് എന്താണെന്നും ഏറ്റവും എളുപ്പത്തിൽ ഒരു മൈക്രോ ഗ്രീൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാനൊരു റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും പറയുന്ന കുറച്ച് വീഡിയോകളാണ് ഈ ചാനലുള്ളത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ? മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്കറി തന്നെയാണ്. നമ്മുടെ സാധാരണ പയർ പോലത്തുള്ള ചെറിയ ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് അതിൽ ഈ 2 ഇല, ആ ഫസ്റ്റ് വരുന്ന 2 ലീവ്സ് വിരിഞ്ഞ് വരുന്ന സ്റ്റേജിൽ നമ്മൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് മൈക്രോ ഗ്രീൻസ്. സ്പ്രൗട്ട്സുമായിട്ട് നമുക്കിതിനെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞാൽ വിത്ത് മുളച്ച ഉടനെ തന്നെ എടുക്കുന്നത്. പക്ഷേ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒന്ന് വളരാൻ അനുവദിച്ചിട്ട് അതിന് ഫസ്റ്റ് ട്രൂ ലീവ്സ് ഇത് ഈ സൈസൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. സ്പ്രൗട്ട്സ് എന്ന് പറയുമ്പോഴേക്കും വിത്തിന്ന് ജസ്റ്റ് മുളച്ച് 2-ാമത്തെ 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മൈക്രോ ഗ്രീൻസ്. ഇതിപ്പോൾ 7 ദിവസം പ്രായമായ ഒരു പയറിൻ്റെ മൈക്രോ ഗ്രീൻ ചെടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതോടൊപ്പം തന്നെ മൈക്രോ ഗ്രീൻസിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പ്ലാന്റ് വിറ്റാമിൻസിൻ്റെയും ന്യൂട്രീഷ്യൻസിൻ്റെയും നല്ലൊരു കലവറയാണ്. ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും വിറ്റാമിൻസും പിന്നെ ബീറ്റാ കരോട്ടീനൊക്കെ ഇതിനകത്ത് നിറയെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് നമുക്ക് ഇതിനെ കണക്ക് കൂട്ടാം. ഇത് വേണമെങ്കിൽ നമുക്ക് പച്ചക്കും കഴിക്കാം, വേണമെങ്കിൽ കുറച്ച് ഇന്ദുപ്പൊക്കെ ആഡ് ചെയ്ത് ജ്യൂസ് അടിച്ചും കുടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കറി വയ്ക്കുന്ന പോലെ നമുക്ക് തോരനോ എന്ത് വേണോ ഉണ്ടാക്കാനും പറ്റും. സാധാരണ നമ്മൾ വിത്തിട്ടിട്ട് 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ വിത്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി വെച്ചിട്ടാണ് ഇത് ഈ സ്റ്റേജ് വരെ വളരുന്നത്. ഇതിന് ശേഷം വളരണമെങ്കിലാണ് നമുക്കിനിപ്പോൾ ന്യൂട്രീഷൻസൊക്കെ എക്സ്ട്രാ കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളിതിനെ ഈ കണ്ടീഷൻ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണം. അതുകൊണ്ട് നമുക്കിനെ യാതൊരു പോട്ടി മിക്സറോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീടിനകത്തോ അല്ലെങ്കിൽ ജനലയുടെ സൈഡിലോ അല്ലെങ്കിൽ ഇച്ചിരി ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏതൊരു സ്ഥലത്തും നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാം. ഒരു 7 ദിവസം മതി. ആ ദിവസത്തിനകത്ത് നമുക്കിതിനെ ഹാർവെസ്റ്റ് എടുക്കുകയും ചെയ്യാം. നല്ല ഉഗ്രനൊരു കറി ഉണ്ടാക്കാം. ഏകദേശം ഇതേ സൈസുള്ള ഒരു പയർ ചെടിയുടെ ഇലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് നമ്മുടെ ഗ്രോൺ ആയിട്ടുള്ള പയറിൻ്റെ ഇലയുടെ അടങ്ങിയിരിക്കുന്നതിനേക്കാളും എത്രയോ അധികം ഇരട്ടി ന്യൂട്രിയൻസ് ആണ് ഈ ഒരു ചെറിയ പ്ലാന്റിനകത്തുള്ളത്. അപ്പോൾ ഈക്വൽ വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൈക്രോ ഗ്രീൻസിനകത്ത് വളരെ കൂടുതൽ എമൗണ്ടിലാണ് ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലക്കറിയും കൂടിയാണിത്. മണ്ണോ പോലുള്ള യാതൊരു മീഡിയം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ ഒന്നുമില്ല. ഡയറക്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുക, വാഷ് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് പച്ചക്കും കഴിക്കാമെന്നുള്ളൂ. അത്യാവശ്യം നല്ല ടെൻഡറാണ്. പിന്നെ ഒരു പച്ചപ്പയറിൻ്റെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പച്ചക്കും കഴിക്കാം. പിന്നെ നമ്മൾ വേര് ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇലയാണ് ഞാൻ ഇപ്പോൾ കഴിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുണ്ട്, ജ്യൂസ് അടിച്ചാലോ? ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പെരുമ്പയറുണ്ടല്ലോ, റെഡ് ലോബിയ, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയായിട്ടൊരു മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് 3 രീതിയിലുള്ള പ്രിപ്പറേഷൻസാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മണ്ണില്ലാണ്ട് അല്ലെങ്കിൽ മീഡിയ ഇല്ലാണ്ട് വേണമെങ്കിൽ ചെയ്യാം, വെറും വെള്ളം വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, അങ്ങനെ ഒരു 3 ടൈപ്പിലുള്ള മൈക്രോ ഗ്രീൻസ് പ്രിപ്പറേഷനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ പയർ വിത്തുകളാണ്. നമ്മുടെ സാധാരണ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധാരണ പയർ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മിക്സ് ഉണ്ടാവും. മിക്സ് എന്ന് വെച്ചാൽ ഒന്നുകിൽ അത് പല ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ പല ഫാമിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് യൂണിഫോമായിട്ട് കിളിർത്ത് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. യൂഷ്വലി ഞാൻ വാങ്ങിക്കാറുള്ളത് റിലയൻസ് ഫ്രഷിൻ്റെ അവിടെ കിട്ടുന്ന പയർ, അല്ലെങ്കിൽ ടാറ്റയുടെ ബ്രാൻഡൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. അപ്പോൾ അത് കിട്ടിയില്ല, ഇപ്പോൾ വേറൊരു ബ്രാൻഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് നോക്കാം. കണ്ടിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ 1 കിലോയുടെ പാക്കറ്റാണ്. നമുക്ക് ഒരു കറിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സാധാരണ ഒരു ഫാമിലിക്ക് ഒരു കറിക്ക് വേണ്ടിയിട്ട് 1 കിലോയുടെ പയറൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്കൊരു 125 ഗ്രാം, അതായത് ഇതിൻ്റെ 4 ഭാഗം വെച്ചിട്ടാണ് നമ്മളിന്ന് മൈക്രോ ഗ്രീൻസ് ആക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 125 ഗ്രാം അളന്നെടുക്കാം. ഇതിനകത്തിപ്പോൾ ഒരു 125 ഗ്രാം പയർ വിത്ത്, അതായത് നമ്മൾ പെരുമ്പയർ എന്ന് പറയുന്നതാണ്, ലോബിയ എന്നൊക്കെ പറഞ്ഞാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അത് അളന്നെടുത്തിട്ടുണ്ട്. നമുക്കിതില്ലെങ്കിൽ സാധാരണ പച്ചപ്പയറുണ്ടല്ലോ, ചെറുപയർ, പച്ച നിറത്തിലുള്ള പയർ, അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ അത് കുറച്ചുകൂടെ ചെറിയ ഇലകളായിരിക്കും, കുറച്ചുകൂടെ ഒരു ഹാർഡ് ഫീലുള്ള ഇലകളായിരിക്കും. ഇത് നമുക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ഇലകളായിരിക്കും കിട്ടുന്നത്. നല്ല ടേസ്റ്റിയുമാണിത്. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും ഇത് തന്നെ എടുക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് സൺഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം.
നമ്മൾ അളന്നെടുത്ത ഈ പയറിനടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി. ഒന്നോ രണ്ടോ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഇനി എന്തെങ്കിലും പെസ്റ്റിസൈഡ്സിൻ്റെ ട്രേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ പയറൊന്ന് കഴുകുമ്പോഴേക്കും ഇതിൽ കിളിർക്കാൻ ചാൻസ് ഇല്ലാത്ത പൊട്ട വിത്തുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പൊങ്ങി കിടക്കുന്ന വിത്തുകളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും കിളിർക്കാൻ ചാൻസ് ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് പോട്ടെ. ബാക്കിയുള്ള നല്ല വിത്തുകൾ മാത്രം നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു 1-2 വെള്ളത്തിൽ കഴിയതിന് ശേഷം നമുക്കിതിനെ കുതിരാനായിട്ട് വയ്ക്കാം. ഞാൻ സാധാരണ ചെയ്യുന്നത് 24 മണിക്കൂർ കുതിരാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഈ എടുത്ത പയറിൻ്റെ ഒരു 4 ഇരട്ടിയോളം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനൊന്ന് കുതിരാൻ വയ്ക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നോക്കാം. അതിനിടയ്ക്ക് പറ്റുമെങ്കിൽ 1-2 പ്രാവശ്യം ഈ വെള്ളം മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നല്ല ജെർമിനേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയപ്പം ഇത് കുതിർന്ന് ഈ കണ്ടീഷനായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ട പയറൊക്കെ നല്ല സൈസായി കുറേ വലിപ്പം വെച്ചു. അപ്പോൾ നമുക്കിന്ന് രാവിലെ ഇതിനകത്തൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഇതിനകത്ത് കിടക്കുന്ന വെള്ളം ഒന്ന് തെളിച്ച് കളയണം. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം കുതിരാൻ വെച്ച പയർ ഈ കണ്ടീഷനായി. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ ഇതിനെ ഇനി ഒരിക്കൽ കൂടെ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഒരു കിഴി കെട്ടി വയ്ക്കാം. ഒരു നനഞ്ഞ വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ ഒരു കിഴി കെട്ടി വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പുതിയ വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകാം. അപ്പോൾ കഴുകിയെടുത്ത പയറിനെ നമ്മൾ ഇനി ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ കിഴി കെട്ടി വയ്ക്കാൻ പോവുകയാണ്. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഊർന്നു പോയതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ഒരു കിഴിയാക്കിയിട്ട് നമ്മളിത് കുതിരാൻ വെച്ചില്ലേ ആ പാത്രത്തിനകത്ത് തന്നെ ഇതിനിട്ട് വെച്ചേക്കാം. അപ്പോൾ അതിനകത്തുള്ള ഹ്യൂമിഡിറ്റിയിൽ അതങ്ങനെ ഇരുന്നൊന്ന് കിളിർത്തോളും നാളെ രാവിലെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റെപ്സ് നമുക്ക് നാളെ വൈകുന്നേരം വന്നിട്ട് നോക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. സോ ഫ്രണ്ട്സ്, നമ്മൾ മൈക്രോ ഗ്രീൻസിന് വേണ്ടിയിട്ട് പയർ കുതിരാനായിട്ടിട്ട് ഇപ്പോൾ 48 മണിക്കൂറായി. അതായത് നമ്മൾ മെനഞ്ഞാന്ന് വൈകുന്നേരമാണ് ഈ പയർ വിത്ത് കുതിരാൻ വെച്ചത്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും അതിനെ നമ്മളിങ്ങനെ കിഴി കെട്ടി വെച്ചു. ഇപ്പോൾ നമ്മളിതിൻ്റെ കണ്ടീഷൻ എന്തായെന്ന് നോക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നോക്കിയാൽ അറിയാം, ഏകദേശം എല്ലാ പയറും കിളിർത്ത് ഇതുപോലെ ചെറിയ ആ ഒരു കിളിർപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മളൊന്ന് പാകിയിടാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വളർന്നിട്ടാണ് ഇനി ബാക്കിയുള്ള ഗ്രോത്തായിട്ട് നമ്മുടെ പയർ മൈക്രോ ഗ്രീൻസ് റെഡി ആവുന്നത്. അപ്പോൾ ഈ പയർ വെച്ചിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഞാൻ 2 രീതിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ സാധാരണ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള, ആ മീഡിയ ബേസ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സാധാരണ പോട്ടി മിക്സർ ആകാം, അല്ലെങ്കിൽ ചകിരിച്ചോറാവാം. ഞാനിന്ന് ചകിരിച്ചോറിനകത്താണ് ഇതിനകത്ത് ഒരു ബാച്ച് ഇടാൻ പോകുന്നത്. വേറൊരു ബാച്ച് വേറൊരു ടെക്നിക്കാണ്, അത് നമ്മൾ ബോട്ടം വാട്ടറിങ് എന്ന് പറയും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്കിതിനെ ബോട്ടം വാട്ടറിങ് മെത്തേഡിൽ മുളയ്ക്കാൻ വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലിടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തെർമോക്കോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ തുണിയിലുള്ള തിരികളുണ്ടാക്കി ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുണികളൊക്കെ നമ്മുടെ തിരുനന സെറ്റപ്പ് പോലെ ഒരു കാപ്പിലറി വഴി വെള്ളം മേളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഇടാൻ പോകുന്നത്. നമ്മൾ അടിയിലൊടുക്കുന്ന വെള്ളം കാപ്പിലറി വഴി ഈ തുണിയിൽ വന്നതിന് ശേഷം ഇതിൻ്റെ മേളിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വിരിക്കും. ആ ടിഷ്യൂ പേപ്പറുള്ള ഈർപ്പത്തിൽ നിന്നിട്ടാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് വളരാൻ പോകുന്നത്. അതാണ് ഈ ടെക്നിക്ക്. അതിലേക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം നിറയ്ക്കാം. സാധാരണ വെള്ളം മതി മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാനായിട്ട്. ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടി മിക്സറിൽ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണോ അങ്ങനെയൊന്നും വേണ്ട. മൈക്രോ ഗ്രീൻസിന് വളർന്നു തുടങ്ങാനായിട്ട്, അതായത് ആ വിത്തിനകത്തുനിന്ന് 2 ഇല പരുവമാവുന്ന വരെ ഒന്ന് വളരാനുള്ള എല്ലാ ന്യൂട്രിയൻസും ആ വിത്തിനകത്ത് തന്നെയുണ്ട്. എല്ലാ എനർജിയും ആ വിത്തിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ട്രേക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് സെറ്റപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ഇപ്പം കുതിർന്നിട്ടുണ്ട്. ഈ തിരിയിലൂടെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കാൻ പോവാണ്. സാധാരണ ഏത് ടിഷ്യൂ പേപ്പർ മതി. ഞാൻ എടുത്തേക്കുന്നത് റോൾ ടിഷ്യൂ പേപ്പറാണ്. കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ട് കട്ടിക്ക് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിരിച്ചു കൊടുക്കാം. നമ്മുടെ തിരിയിരിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഊർന്ന് പടർന്ന് മുകളിലോട്ട് കയറുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഈർപ്പത്തിൽ നിന്നാണ് നമ്മുടെ പയറിൻ്റെ ബാക്കി ഗ്രോത്ത് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിക്ക് തന്നെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്.
ഇത്രയും മതി. ഈ വെള്ളമൊക്കെ ഒന്ന് എല്ലായിടത്തും ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ടത്. നമ്മളിതിൻ്റെ മുകളിലിടുന്ന പയറിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഈർപ്പം കിട്ടിക്കൊണ്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മുളപ്പിച്ച് വെച്ച പയർ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇങ്ങനെ മുളപ്പിച്ച് വെച്ച പയർ വിതറുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ മുള വന്ന ഭാഗമുണ്ടല്ലോ, ഈ വേര് പോലത്തെ സാധനം, ഇത് ഒടിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരുപാട് അമർത്തി ഒന്നും ഹാൻഡിൽ ചെയ്ത് ജസ്റ്റ് സോഫ്റ്റായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും ഈവനായിട്ടൊന്ന് സ്പ്രെഡാക്കി ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിന് ക്വിക്കായിട്ടൊന്ന് വളർന്ന് കിട്ടാനായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ശകലം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒന്ന് ഹ്യൂമിഡിറ്റി ഒക്കെ ഒന്ന് നോർമലായിട്ട്, അതുപോലെ ടിഷ്യൂ പേപ്പറായിട്ട് നല്ല കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തത്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ രണ്ടാമത് പറയുന്ന രീതി, അതായത് മീഡിയ വേസ്റ്റ് ആയിട്ടുള്ളത്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മീഡിയ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ട്രേയാണ് എടുത്തേക്കുന്നത്. നമ്മളിതിനകത്ത് ചകിരിച്ചോറ് നിറയ്ക്കുന്നു. ഇത് ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വളമൊന്നുമില്ല. ഇതിനകത്തൊരു ചെറിയൊരു ഹൈറ്റിലിട്ടതിന് ശേഷം നന്നായിട്ട് ഈവനാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഒരുപാട് അമർത്തണ്ട, ജസ്റ്റ് ഒന്ന് ഈവനാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ട്രേയിൽ ചകിരിച്ചോറ് ഇട്ടത് ഇപ്പോൾ ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, പയറിൻ്റെ വിത്തം ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിന് മുകളിൽ ഒന്നാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടുന്നു. ഈ പയറിൽ ഒരുപാട് കൂടി കിടന്നു കഴിഞ്ഞാൽ അവിടെ ഫംഗസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നിന് മുകളിൽ ഒന്നും വരാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്തിടാൻ പറയുന്നത്. ഇൻ കേസ് ഫംഗസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേജിൽ, അതായത് ലീവ്സ് വന്നു തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഒരു 3 മില്ലി ലിറ്റർ വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് കുഞ്ഞ് പ്ലാന്റ്, അതായത് വിത്തിൻ്റെ ഈ ഒരു കണ്ടീഷനായിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ലീഫിലേക്ക് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് പയർ വിത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 രീതിയിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാനായിട്ട് പയർ വിത്തുകൾ വിതച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എലി പോലുള്ള പെസ്റ്റൊന്നും കയറാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ച് കവർ ചെയ്ത് വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇന്നും നാളെ വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇതിനകത്തൊന്ന് നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ മേളിലുള്ള ഹ്യൂമിഡിറ്റി ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഹ്യൂമിഡിറ്റിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവത്തില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഡ്രൈ ആവണമെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം അതിന് മുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് വളർന്നതിൻ്റെ ഹാർവസ്റ്റ് വരെയുള്ള കണ്ടീഷനിൽ ഇത് ഓരോ സ്റ്റേജിൽ എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ടിഷ്യൂ പേപ്പർ മാത്രം ഇട്ടിട്ടുള്ള ഒരു ടെക്നിക്കും കൂടെ കാണിച്ചു തരാം. അതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ട്രേക്കകത്ത് കുറച്ച് കട്ടിക്ക് ടിഷ്യൂ പേപ്പേഴ്സ് വിരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പയർ വിത്ത് നിരത്തിയിടുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഡെൻസിറ്റിയിലാണ് ഇടുന്നത്. നമുക്കിത് എങ്ങനെ വരുന്നു നോക്കാം. ഫംഗസ് ഒന്നും വന്നില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വളർന്നു വരുമെന്ന് വിചാരിക്കാം. അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റി പെട്ടെന്ന് നഷ്ടമാവും. നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൽ ഒരു ലെയർ വെള്ളം മാത്രമേ സ്പ്രേ ചെയ്യുന്നുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് രാവിലെ വൈകുന്നേരം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിനകത്ത്. മൂന്ന് രീതിയിലും മൈക്രോഗ്രീൻസ് വെച്ചിട്ടില്ല. ഇത് ആദ്യം കാണുന്നതാണ് നമ്മുടെ കോക്കോ പീറ്റ് മീഡിയമായിട്ട് ഇട്ടിട്ട് ചെയ്തത്. പക്ഷേ അതിനകത്ത് അത്ര നല്ല ഗ്രോത്ത് ഒന്നും കിട്ടിയിട്ടില്ല, വലിയ ഹൈറ്റൊന്നും ആയിട്ടില്ല. നമ്മൾ രണ്ടാമത് കാണുന്നതാണ് ഈ ബോട്ടം വാട്ടറിങ്, അതായത് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ തെർമോക്കോൾ ഇട്ട് ചെയ്തില്ലേ, ആ ടെക്നിക്ക് ബോട്ടം വാട്ടറിങ്. അതാണ് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്.
പിന്നെ മൂന്നാമത് കാണുന്നതാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുള്ള രീതി. അത് ആ സൈഡിലിരിപ്പുണ്ട്. അതും നമ്മുടെ ബോട്ടം വാട്ടറിങ് പോലെ തന്നെ ഏകദേശം കുഴപ്പമില്ലാത്തൊരു ഗ്രോത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ആവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഹാർവസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മിയു വന്നിട്ടുണ്ട്. മിയു ഇപ്പോൾ അതിനകത്തുള്ള എല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് കറി വയ്ക്കേണ്ട കണ്ടീഷനാക്കിയിട്ട് തരും. അപ്പോൾ നമുക്കിതിൻ്റെ വേരെടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നമുക്കിതിനെ സിസർ വെച്ചിട്ട് വെട്ടിയും എടുക്കാം. വേര് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടിഷ്യൂ പേപ്പറിലാണ് ചെയ്യണമെങ്കിൽ മാക്സിമം വേരെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചകിരിച്ചോറിലോ മറ്റോ ആണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരും കൂടെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാം, അല്ലെങ്കിൽ സാലഡ്സിലിടാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിച്ചാലും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചക്കറി 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് എല്ലാവർക്കും ട്രൈ ചെയ്യുക. നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വാങ്ങിക്കുന്ന പയർ വിത്തിൻ്റെ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എല്ലാം ഒരേപോലത്തെ സെയിം ഗ്രോത്തിൽ ഈ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെയിനായിട്ട് ഒന്നുകിൽ നല്ല ബ്രാൻഡുള്ള വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള അറിയാവുന്ന ഫാമേഴ്സിൻ്റെ നിന്ന് അവിടെ ഉണ്ടാക്കിയ പയർ വിത്ത് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഈ പയർ ചെടി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 10-30 ദിവസം കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളെ കുട്ടിക്കാലത്ത് വയലിൽ നെൽകൃഷി കഴിഞ്ഞിട്ട് സമ്മർ സീസൺ ആകുമ്പോഴേക്കും വയലിൽ ഇടവിളായിട്ട് ചെയ്യുന്നതാണ് ഈ പെരുമ്പയറിൻ്റെ കൃഷി. ആ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് നല്ല ഹൈ ക്വാണ്ടിറ്റിയിൽ ഇത് ഈസി ആയിട്ട് വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളും കൂടുതൽ കൃഷി വിശേഷങ്ങളും ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.